എല്ലാവർക്കും ഐസക് അന്നയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾക്കായിട്ടും LP UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കായുമായിട്ടുള്ള സൈക്കോളജിയുടെ ക്ലാസ്സുകളാണ് നൽകുന്നത്. LP UP വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മറ്റു സബ്ജക്റ്റ് ക്ലാസ്സുകളും ഈ ചാനലിലൂടെ നൽകുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. സയൻസ്, സോഷ്യൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള LP UP പരീക്ഷകൾക്ക് വളരെ കട്ട് ഓഫ് വളരെ ഉയർന്നതായിരിക്കും. അപ്പോൾ വളരെ ഡെപ്തായിട്ട് തന്നെ ഓരോ സബ്ജക്റ്റുകളും പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് ഐസക് അന്ന എന്ന ചാനൽ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ക്ലാസ്സിലെ നോട്ടുകൾ തീർച്ചയായിട്ടും കുറിച്ചെടുക്കുക, അത് ദിവസവും വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ഓർമ്മയിരിക്കുകയും അത് വളരെ ഈസിയായിട്ട് ആത്മവിശ്വാസത്തോടെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ആത്മവിശ്വാസമാണ് ഏതിൻ്റെയും കരുത്ത്. അപ്പോൾ പരീക്ഷയിൽ യാതൊരു ടെൻഷനും പാടില്ല. വെൽ കോൺഫിഡൻ്റ് ആവണമെങ്കിൽ നമ്മൾ നന്നായി വായിക്കണം, നന്നായി പഠിക്കണം. അപ്പോൾ അതിന് എനിക്ക് വേണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി, ലക്ഷ്യത്തോടു കൂടി നമ്മൾ പഠിക്കുക. അപ്പോൾ എല്ലാവരെയും പരീക്ഷയിൽ നല്ലൊരു ജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് പ്രോഗ്രാംഡ് ലേണിംഗ്, ക്രമീകൃത പഠനത്തിന് ഉപജ്ഞാതാവാരാണ് സ്കിന്നർ. പ്രോഗ്രാംഡ് ലേണിംഗ് അല്ലെങ്കിൽ ക്രമീകൃത പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് സ്കിന്നറാണ്. അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്കും സങ്കീർണമായ പഠനബോധത്തിലേക്കും നയിക്കുന്ന പഠനത്തിൻ്റെ ചെറിയ ഘട്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോഗ്രാംഡ് ലേണിംഗ്. അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്കും സങ്കീർണമായ പഠനബോധനത്തിലേക്കും നയിക്കുന്ന പഠനത്തിൻ്റെ ചെറിയ ചെറിയ ഘട്ടമാണ് പ്രോഗ്രാംഡ് ലേണിംഗ്. അടുത്ത ചോദ്യം, കുട്ടിയുടെ വൈകാരിക പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഉചിതമായ മാർഗം ആക്ഷൻ റിസർച്ച്, ക്രിയാ ഗവേഷണമാണ്. കുട്ടികളുടെ വൈകാരിക പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഉചിതമായ മാർഗം എന്താണ്? ആക്ഷൻ റിസർച്ച്, മലയാളത്തിൽ ക്രിയാ ഗവേഷണം എന്ന് പറയും. ഇതിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് സ്റ്റീഫൻ M. കോറിയാണ്. സ്റ്റീഫൻ M. കോറി. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായി പഠനത്തിന് ഉപയോഗിച്ചതാണ് ഓസ്ബോൺ. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പഠനം ആദ്യമായി ഉപയോഗിച്ചതാണ് ഓസ്ബോൺ എന്ന വ്യക്തിയാണ്, സൈക്കോളജിസ്റ്റാണ്. മനോസാമൂഹിക വികസനത്തിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ പിതാവാണ് എറിക്സൺ. മനോസാമൂഹിക വികാസത്തിൻ്റെ അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ പിതാവാണ് എറിക്സൺ. ഭാഷ ആർജിക്കാനുള്ള കഴിവോടു കൂടിയാണ് ഓരോ കുട്ടിയും പിറന്നു വീഴുന്നത്. നോം ചോസ്കി ഇതിനെ വിശേഷിപ്പിച്ചതാണ് ഭാഷ ആർജന സിദ്ധാന്തം, ലാംഗ്വേജ് അക്വിസിഷൻ സിസ്റ്റം. ഭാഷ ആർജിക്കുന്നതിനുള്ള കഴിവോടു കൂടിയാണ് ഓരോ കുട്ടിയും പിറന്നു വീഴുന്നത്. ചോംസ്കി ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഭാഷ ആർജന സംവിധാനം അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. പ്രോഗ്രാംഡ് ലേണിംഗ് ആരുടേതാണ്? സ്കിന്നർ. നിങ്ങൾക്ക് ഇത് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്കും സങ്കീർണമായ പഠനബോധത്തിലേക്ക് നയിക്കുന്ന പഠനത്തിൻ്റെ ചെറിയ ഘട്ടത്തിനെയാണ്, ഘട്ടം ഘട്ടമായി തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഗ്രാംഡ് ലേണിംഗ്. അടുത്ത ചോദ്യം, കുട്ടികളുടെ വൈകാരിക പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഉചിതമായ മാർഗമാണ് ആക്ഷൻ റിസർച്ച്. സ്റ്റീഫൻ M. കോറിയാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പഠനം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്ബോൺ ആണ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പഠനം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്ബോൺ ആണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ പിതാവ് എറിക്സൺ ആണ്. ഭാഷ ആർജിക്കാനുള്ള കഴിവോട് കൂടിയാണ് ഓരോ കുട്ടിയും പിറന്നു വീഴുന്നത്. ചോംസ്കി ഇതിനെ വിശേഷിപ്പിക്കുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഭാഷ ആർജന സംവിധാനം എന്നാണ്. വളരെ പരിമിതമായ സൗകര്യത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ചോദ്യങ്ങൾ ഞാൻ എഴുതി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും സഹകരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. വ്യക്തിയുടെ ജീവശാസ്ത്രപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ആന്തരികമായ അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ നമ്മൾ എന്ത് പറയും? ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയും. വ്യക്തിയുടെ ജീവശാസ്ത്രപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ആന്തരികമായ അഭിപ്രേരണയെ ഡ്രൈവ് റിഡക്ഷൻ തിയറി. അതാരാണ് ആ മോട്ടിവേഷൻ തിയറിയുടെ ആൾ? ക്ലാർക്ക് ഹൾ. ഡ്രൈവ് റിഡക്ഷൻ തിയറി ഓഫ് മോട്ടിവേഷൻ ആരുടെയാണ്? ക്ലാർക്ക് ഹള്ളിൻ്റെയാണ്.
ഉചിതമായ ബോധന പ്രതിവിധികൾ സ്വീകരിച്ചാൽ വ്യക്തി വ്യത്യാസങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിനും വ്യക്തികളുടെ കലാവാസന പ്രകടനങ്ങൾ ഏതാണ്ട് ഒരുപോലെ എന്താണ് നമുക്ക് ചോദ്യം ഒന്നും കൂടി നോക്കാം. ഉചിതമായ ബോധന പ്രതിവിധികൾ സ്വീകരിച്ചാൽ വ്യക്തി വ്യത്യാസങ്ങൾ ഫലപ്രദമായി നേരിടുന്നതിനും വ്യക്തികളുടെ കലാവാസനകൾ ഏതാണ്ട് ഒരുപോലെ സമർത്ഥമാക്കുന്നതിനും കഴിയുന്ന ബോധന രീതിയാണ് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ, കെല്ലർ പ്ലാൻ എന്നും പറയും. ഒന്നും കൂടി നമുക്ക് നോക്കാം ചോദ്യം. ഉചിതമായ ബോധന പ്രതിവിധികൾ സ്വീകരിച്ചാൽ വ്യക്തി വ്യത്യാസങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിലും ഉചിതമായ ബോധന പ്രതിവിധികൾ സ്വീകരിച്ചാൽ വ്യക്തി വ്യത്യാസങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിലും വ്യക്തികളുടെ കലാവാസനകൾ ഏതാണ്ട് ഒരുപോലെ സമർത്ഥമാക്കുന്നതിനും കഴിയുന്ന ബോധന രീതിയാണ് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ. പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ മറ്റൊരു പേരാണ് കെല്ലർ പ്ലാൻ. അടുത്ത ചോദ്യം. ക്ലാസ് മുറിയിൽ പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി വിലയിരുത്തൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധ്യാപകരുടെ ഇടപെടൽ കുട്ടിയുടെ പഠനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായിട്ടുള്ള വിലയിരുത്തൽ. ഇത് ശ്രദ്ധിക്കണം. ക്ലാസ് മുറിയിൽ പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായിട്ട് വിലയിരുത്തൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധ്യാപകരുടെ ഇടപെടൽ കുട്ടിയുടെ പഠനത്തെ കാര്യക്ഷമമായി നയിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായിട്ടുള്ള വിലയിരുത്തൽ. അടുത്തത്. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തന്നെ തൻ്റെ കഴിവുകളും പോരായ്മകളും തിരിച്ചറിയുന്നത്. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തന്നെ തൻ്റെ കഴിവുകളും പോരായ്മകളും തിരിച്ചറിയുന്നതാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം. അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഒരു നിശ്ചിത കാലയളവിൽ കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, പഠനത്തെ വിലയിരുത്തൽ. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, പഠനത്തെ വിലയിരുത്തൽ. ഇത് മറന്നു പോകരുത് ഈ മൂന്നെണ്ണം കേട്ടോ. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. എസ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് എന്താണ്? ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. എസ്പാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. അടുത്ത ചോദ്യം നോക്കാം. ദൃശ്യ ശ്രവ്യ ഉപകരണങ്ങളുടെ അനുഭവ സ്തൂപിക കോൺ ഓഫ് എക്സ്പീരിയൻസ് മുന്നോട്ട് വെച്ച ചിന്തകനാണ് എഡ്ഗർ ഗേൾ. ദൃശ്യ ശ്രവ്യ ഉപകരണങ്ങളുടെ അനുഭവ സ്തൂപിക കോൺ ഓഫ് എക്സ്പീരിയൻസ് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകനാണ് എഡ്ഗർ ഗേൾ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലാസ് മുറിയിൽ പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായിട്ട് വിലയിരുത്തൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരുടെ ഇടപെടൽ കുട്ടിയുടെ പഠനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, പഠനത്തിന് ആയിട്ടുള്ള വിലയിരുത്തൽ. തൻ്റെ പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിച്ചിട്ട് കുട്ടി തൻ്റെ കഴിവുകളും പോരായ്മകളും തിരിച്ചറിയുന്നതാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം. ഒരു നിശ്ചിത കാലയളവിൽ കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതിനെയാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. എസ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷന് മറ്റൊരു പേരാണ് കെല്ലർ പ്ലാൻ. ദൃശ്യ ശ്രവ്യ ഉപകരണങ്ങളുടെ അനുഭവ സ്തൂപിക കോൺ ഓഫ് എക്സ്പീരിയൻസ് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകനാണ് എഡ്ഗർ ഗേൾ. അത് മറന്നു പോകരുത് കേട്ടോ. ഒഴുക്കോടെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഏതുതരം വൈകല്യമാണ്? ഡിസ്ഫാസിയ. ഒഴുക്കോടെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഏതുതരം വൈകല്യമാണ്? ഡിസ്ഫാസിയ. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇനി നമുക്ക് കേട്ടറ്റിൻ്റെ സബ്ജക്റ്റ് ക്വസ്റ്റ്യനുകൾ, LP UP വിദ്യാർത്ഥികൾക്കുള്ള സബ്ജക്റ്റ് ക്വസ്റ്റ്യനുകളൊന്ന് പരിചയപ്പെടാം. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഏറ്റവും കൂടിയ സാന്ദ്രതയുമുള്ള താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഏറ്റവും കൂടിയ സാന്ദ്രതയുമുള്ള താപനില 4 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം.
വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതായിത്തീരുന്ന പ്രതിഭാസമാണ് അതിചാലകത, സൂപ്പർ കണ്ടക്ടിവിറ്റി. വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതായിത്തീരുന്ന പ്രതിഭാസം അതിചാലകത, സൂപ്പർ കണ്ടക്ടിവിറ്റി. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ താപമാണ് ആ പദാർത്ഥത്തിൻ്റെ താപധാരിത. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ താപമാണ് ആ പദാർത്ഥത്തിൻ്റെ താപധാരിത. 1 കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത. 1 കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത. അപ്പോൾ ഇത്രയൊന്നും നോക്കാം. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഏറ്റവും കൂടിയ സാന്ദ്രതയുമുള്ള താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഏറ്റവും കൂടിയ സാന്ദ്രതയുമുള്ള താപനില 4 ഡിഗ്രി സെൽഷ്യസ്. വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതായിത്തീരുന്ന പ്രതിഭാസമാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ താപമാണ് ആ പദാർത്ഥത്തിൻ്റെ താപധാരിത. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർത്തുന്നതിന് ആവശ്യമായ താപനിലയാണ് വിശിഷ്ട താപധാരിത. ഒരു പക്ഷേ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റായിട്ടൊക്കെ ചോദിക്കാം. 1 ശരി, 2 ശരി, 1 2 3 ശരി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഈ രീതിയിലായിരിക്കില്ല ചോദിക്കുന്നത്, പക്ഷേ ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് വരുന്നതാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലം. ഇതൊന്നും ഡയറക്റ്റായിട്ട് ചോദിക്കാനും സാധ്യതയില്ല, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ വരുള്ളൂ. അപ്പോൾ 4200 ജൂൾ ഗ്രാം കെൽവിനാണ് 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതൽ ഉള്ള പദാർത്ഥം. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഹൈഡ്രജനാണ്. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പുകളിൽ നിന്നും രക്തകോശം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് സെൻട്രിഫ്യൂഗേഷൻ. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പുകളിൽ നിന്നും രക്തകോശം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് സെൻട്രിഫ്യൂഗേഷൻ. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന അവഗാഡ്രോ നിയമം. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവഗാഡ്രോ നിയമം. അപ്പോൾ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതൽ ഉള്ള പദാർത്ഥം ജലമാണ്. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പുകളിൽ നിന്നും രക്തകോശം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് പറയും? സെൻട്രിഫ്യൂഗേഷൻ. ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റിൽ വരാം. ഒരുപക്ഷെ സെൻട്രിഫ്യൂഗേഷൻ്റെ ഡെഫിനേഷൻ ചോദിക്കാം, അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ ABC എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അവഗാഡ്രോ നിയമം. അവഗാഡ്രോ നിയമം. 3 നിയമങ്ങൾ നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം വഴിയെ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അടുത്തത് തിളനില കുറഞ്ഞ ലോഹങ്ങൾ ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. തിളനില കുറഞ്ഞ ലോഹങ്ങളെ, അത് എക്സാമ്പിൾ നോക്കണം. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് സ്വേദനം. തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്വേദനം. ഏതൊക്കെയാണ് ലോഹങ്ങൾ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന റേഡിയോ ആക്ടിവിറ്റി വാതകമാണ് റഡോൺ. വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന റേഡിയോ ആക്ടിവിറ്റി വാതകം റഡോൺ. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഇരുമ്പ്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഇരുമ്പ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ലീനസ് പോളിംഗ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ലീനസ് പോളിംഗ്. തിളനില കുറഞ്ഞ ലോഹങ്ങളെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതി സ്വേദനം. വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന റേഡിയോ ആക്ടിവിറ്റി വാതകം റഡോൺ. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഇരുമ്പ്, അയൺ. ഇലക്ട്രോനെഗറ്റിവിറ്റി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ലീനസ് പോളിംഗ്.
അടുത്തത്, സ്ത്രീകളിൽ ലിംഗ ക്രോമസോമുകളിൽ ഒരു ക്രോമസോം കുറയുന്ന അവസ്ഥ ടർണേഴ്സ് സിൻഡ്രോം. സ്ത്രീകളിലെ ലിംഗ ക്രോമസോമുകളിൽ ഒരു ക്രോമസോം കുറയുന്ന പ്രക്രിയയാണ് നമ്മൾ ടർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുതലാകുന്ന അവസ്ഥയെ ടാക്കി കാർഡിയ എന്ന് പറയും. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുതൽ ആകുന്ന അവസ്ഥയെ ടാക്കി കാർഡിയ എന്നും 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയെ ബ്രാഡി കാർഡിയ എന്ന് പറയും. 100-ൽ കൂടുതലാകുന്നതിനെ ടാക്കി കാർഡിയ എന്നും ഹൃദയമിടിപ്പ് 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയെ ബ്രാഡി കാർഡിയ എന്നും പറയും. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മ റെറ്റിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മ റെറ്റിക്കുലം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പീഡിയസ്. ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പീഡിയസ് ആണ്. അപ്പോൾ ഞാൻ വളരെ പരിമിതമായ സൗകര്യത്തോടു കൂടിയാണ് ക്ലാസ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകളിൽ എടുക്കുന്ന നോട്ടുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റാവുന്ന രീതിയിൽ പറയുകയും ഞാൻ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നോട്ട് കുറിച്ചെടുക്കുക, ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കമൻറ്റിനനുസരിച്ച് നിങ്ങൾ വിശദമായിട്ട് എടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്നായി പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ നിർത്തുന്നു. താങ്ക് യു.